പക്വത നമ്മുടെ സമൂഹം കൈവരിച്ചു എന്നുള്ളതാണ്. ഇപ്പം അത് ഈ യുവത്വമാണ്. ഇപ്പം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് അതിൽ വലിയൊരു വിഭാഗം പിന്നെ യുവതിയാണ്, ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. സമൂഹത്തിൻ്റെ ഈ പ്രൊഫൈലിൻ്റെ മാറി പഴയത് വയസ്സായ ആളുകളുടെ മധ്യവയസ്കരുടെ ഒരു ലോകമായിരുന്നു സമൂഹം എന്നത്. അവരാണ് എല്ലാം തീരുമാനിച്ചതും സമൂഹത്തെ വഴികാട്ടില്ല. കാലം മാറി പുതിയൊരു സമൂഹം അവിടെ രൂപപ്പെട്ടു വന്നു. ആൺകുട്ടികളുടെ പെൺകുട്ടികളെയും ഭൂരിഭാഗം അവരാണ്. ആ സമൂഹത്തിന് ഏഞ്ചൽ മേരി ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നേരത്തെ ഏഞ്ചൽ മേരി ഇവിടെ ഒരു നാടക രൂപത്തിൽ അവതരിപ്പിച്ചു 70 മിനിറ്റ് നേരം. അപ്പോൾ പിന്നെ ഇതിൽ അർജുൻ വന്നിട്ട് അവളോട് പറയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ അവൾ ഉടനെ പറയുന്നത് കോട കൂത്തിച്ച് മോനെയാണ്. അങ്ങനെ പറയുമ്പോൾ ഇവരുടെ സദസ്സ് മുഴുവൻ കയ്യടിക്കുകയാണ്. പഴയ കാലത്താണ് കയ്യടിക്കില്ലായിരുന്നു, അവർ വളരെ തമ്മിൽ അവർ പ്രതിഷേധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സദസ്സ് കയ്യടിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചതാണ്. അതായത് നമ്മൾ പിന്നെ കാലം മാറുമ്പോൾ എഴുത്തുകാരൻ മാറുമ്പോൾ പിന്നെ കാലം മാറുന്നു, സമൂഹം മാറുന്നു. ഏതാണ് ആദ്യം മാറുന്നത് നമുക്കറിയില്ല. അത് ഒന്നിച്ചുള്ളൊരു പ്രവർത്തനമാണ്. വായനക്കാർ, എഴുത്തുകാർ, ചരിത്രം, നമ്മളെല്ലാം ഒന്നിച്ച് തന്നെ മുമ്പോട്ട് പോവുകയാണ്. അപ്പം ഈ ഏഞ്ചൽ മേരി പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ ഇത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് പഴയ സങ്കല്പങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന അത് ഈ പുസ്തകം ഇതിപ്പോൾ ആദ്യം കുറച്ച് വിമർശനമാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് മയ്യഴിപ്പുഴ എവിടെയെങ്കിലും എഴുതി മുകുന്ദനെ മതി, ഏഞ്ചൽ മേരി എഴുതി വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പോസ്റ്റ് ചെയ്തു. പിന്നെ അങ്ങനെ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പഴയ മനുഷ്യൻ്റെ പഴയ രൂപമായ ആൾക്കുരങ്ങ് മതി